صل على محمد يا رب صل عليه وسلم. ഫാത്തിഹ സൂറത്ത് ഓതുന്നതിന് മുന്നിലുള്ള സുന്നത്തുകളെ കുറിച്ചിട്ട് ഞങ്ങൾ ചർച്ചയാക്കിയ. ഇനി ഫാത്തിഹ സൂറത്ത് നിസ്കാരത്തിൽ ഞങ്ങൾ ഓതുമ്പോൾ അതിന് ശേഷം ഫാത്തിഹ സൂറത്ത് ഓതിയാൽ പിന്നെ ഉള്ള സുന്നത്തുകളെ കുറിച്ചിട്ടാണ് ചൊന്നുകൊണ്ടുള്ളത്. അപ്പോൾ ഇമാമ് ഫാത്തിഹ സൂറത്ത് ഓതിച്ച് ഫാത്തിഹ സൂറത്ത് ഓതിയാൽ പിന്നെ ഇമാമ് എന്തുണ്ട് തെല്ലുനാറ സൈലന്റ് ആയിട്ട് നിൽക്കുക സുന്നത്തും. അതെന്ത് വെച്ചെന്നെങ്കിൽ മഅ്മൂമീങ്ങൾ ഫാത്തിഹ നിർബന്ധമല്ല. അപ്പൊ മഅ്മൂമീങ്ങൾ ഫാത്തിഹ ഓതുള്ള സമയം കൊടുക്കുക ആയിട്ടിക്കട് ഇമാമ് മുണ്ടാണ്ട് നിൽക്കല്. അപ്പൊ മഅ്മൂമീങ്ങളുടെ ഫാത്തിഹ ഓതുന്ന ആ ടൈമിൽ എത്ര ഇമാമ് മുണ്ടാതെ വെച്ചിട്ട് പിന്നെ എന്താക്കണായ ഇമാമ് സൂറത്ത് ഓതനായ. അല്ലാണ്ട് അതിനല്ല ഫാത്തിഹ സൂറത്ത് ഓതിട്ട് അപ്പലെ സൂറത്ത് ഓതനായതല്ല. മഅ്മൂമീങ്ങളായ ആൾമാർക്ക് ഫാത്തിഹ സൂറത്ത് ഓതുള്ള ഒരു സമയം വെച്ച് കൊടുക്കണം. കാരണം എന്താണെങ്കിൽ പരിശുദ്ധമായ ഇമാമ് നെക്സ്റ്റ് എന്താക്കണേ സൂറത്ത് ഓതുമ്പോൾ ആ സൂറത്ത് നിങ്ങൾക്ക് ശ്രദ്ധിച്ച് കേൾക്കുക സുന്നത്തുണ്ട്. കാരണം അത് പരിശുദ്ധമായ ഖുർആൻ ഓതുമ്പോൾ അങ്ങനെ ആ ഖുർആൻ നിങ്ങൾക്ക് കേൾക്കുക പ്രധാനമായിട്ടുള്ള ഒരു വിഷയമാണ്. ചിലപ്പോൾ ഞങ്ങൾ കാറിലല്ല വൈക്കല്ല പോകുമ്പോൾ ഏതെങ്കിലും ഒരാളെ ഖിറാഅത്ത് വെച്ചിട്ടിക്കണം, അതിങ്ങനെ ആയോണ്ടിക്കണം, ഞങ്ങൾ ഇങ്ങനെ മുണ്ടിക്കൊണ്ടിക്കണം. അത് ആ രൂപം ശരിയല്ല ചൊല്ലിട്ട് ഇത് കൊണ്ട് ഞങ്ങൾക്ക് വ്യക്തമാവും. കാരണം നിസ്കാരത്തിൽ വരെ ഞങ്ങൾക്ക് ഇമാം സൂറത്ത് ഓതണ്ട, നിങ്ങൾ എന്താ കുറവ് ആ ടൈമിൽ മഅ്മൂമീങ്ങൾ ഫാത്തിഹ ഓതിയുള്ളൂ പിന്നെ സൂറത്ത് ഓതും. അപ്പൊ മഅ്മൂമീങ്ങൾ അത് കേൾക്കിടാറ് എന്ന അർത്ഥത്തിലായിരിക്കും. അപ്പൊ അതൊരു സുന്നത്തുള്ള വിഷയമായിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇമാം ഔട്ട് അല്ലെങ്കിൽ സിംഗൽ നിസ്കരിക്കാവുന്ന ഫാത്തിഹ സൂറത്ത് ഓതിയാൽ പിന്നെ അവന് സൂറത്ത് ഓതൽ സുന്നത്തുണ്ട്. ഈ സൂറത്ത് ഒരായത്തെങ്കിലും ഓതണം, അല്ലെങ്കിൽ 3 ആയത്ത് ഓതൽ ഏറ്റവും നല്ലത്. അപ്പൊ ഫാത്തിഹ സൂറത്ത് കഴിഞ്ഞാൽ പിന്നെ സൂറത്ത് ഓതണത് പ്രധാനമായിട്ടുള്ള ഒരു സുന്നത്തായിരിക്കില്ല. അത് ഞങ്ങൾ ഫർദ് നിസ്കാരാവട്ടും അല്ലെങ്കിൽ സുന്നത്ത് നിസ്കാരാവട്ടും. ചിലങ്ങൾ എന്താക്കാറ് സുന്നത്ത് നിസ്കാരത്തിൽ അതെല്ലാം ഉണ്ടാകും. ഫാത്തിഹ ഓതാറ് പിന്നെ അവിടെ ഉണ്ടാകും, റുക്കൂ ഉണ്ടാകും. അങ്ങനെയല്ല ക്രമം. ഫാത്തിഹ സൂറത്ത് ഓതിയാൽ പിന്നെ എന്തിനാക്കണം സൂറത്ത് ഓതണം. അത് ഒരായത്തെങ്കിലും ഓതണം. അത് ബിസ്മില്ലാഹിർ റഹ്മാൻ അത്തെങ്കിലും ഓതിട്ട് പോയെങ്കിൽ എന്താവും ആ സൂറത്ത് ഓതിയെ ആ സുന്നത്ത് കിട്ടുക. അപ്പൊ സുന്നത്ത് നിസ്കാരത്തിൽ എത്ര അർജന്റ് ഉണ്ടെങ്കിലും ഞങ്ങൾ എന്താക്കാറ് പിന്നെ ഫാത്തിഹ കഴിഞ്ഞിട്ട് ഒരു ബിസ്മി കൂട്ടിയിട്ടെങ്കിലും പോയെങ്കിൽ ആ സൂറത്ത് ഓതിയെ സുന്നത്ത് നിങ്ങൾക്ക് കിട്ടുക. അത് പ്രധാനമായിട്ടുള്ള മനസ്സിലാക്കാനുള്ള വിഷയമാണ്. അതുപോലെ സൂറത്ത് ഒഴിവാക്കരുത്, അതത്ര നല്ലതല്ല. അത് കറാത്തായിട്ടിരിക്കരുത്. സിംഗിളായിട്ട് നിസ്കരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇമാം സൂറത്ത് ഓതാണ്ടിരിക്കരുത്, അത് കറാത്തായിട്ടിരിക്കരുത്. കാരണം ചിലങ്ങ ഈ സൂറത്ത് ഓതൽ നിർബന്ധാണ്ട് ചൊന്നറാണ്. അപ്പൊ അത് പരിഗണിച്ചിട്ട് ഓതാണ്ടിരിക്കരുത്, അത് കറാത്തുള്ളൊരു വിഷയമാണ്. പിന്നെ ചിലങ്ങ എന്താക്കാറുണ്ടെങ്കിൽ ഫാത്തിഹ സൂറത്ത് ഓതിനാണ് പൊറോടി ആൾമാര് ഫാത്തിഹ സൂറത്ത് ഓതരയ്ക്ക് മുന്നൽ സൂറത്ത് ഓതറാണ്. അത് പിന്നെ കണക്കിലെടുക്കണ വിഷയമല്ല. അങ്ങനെ ആക്കരുത്, അത് കറാത്തായ ഒരു രൂപമാണ്. അപ്പൊ അത്ര വിഷയം നിങ്ങൾ മനസ്സിലാക്കണ വിഷയം. അതുപോലെ 1-ാമത്തെ റക്അത്തിലും 2-ാമത്തെ റക്അത്തിലാണ് സൂറത്ത് ഓതുള്ള സുന്നത്തുള്ളത്. ചിലങ്ങൾക്ക് എന്താ 3-ാമത്തെ റക്അത്തിലും 4-ാമത്തെ റക്അത്തിലും സുന്നത്തിക്കില്ല. അതാർക്കെങ്കിൽ ഈ മസ്ബൂക്കായ ആൾമാർ അങ്ങനെ ഇമാമിടെ അത്തയ്യാത്ത് വന്നിട്ട് എത്തിയിരിക്കാറ്. അപ്പൊ പിന്നെ ഇമാം 3-ാമത്തെ റക്അത്ത് പോകുമ്പോൾ പിന്നെ 3-ാമത്തെ റക്അത്ത് പോകുമ്പോൾ ചിലപ്പോൾ ഇമാം ഫാത്തിഹ മാത്രം ഓതിട്ട് പോകണ്ടല്ലേ 3-ാമത്തെ റക്അത്ത് 4-ാമത്തെ റക്അത്ത്. അപ്പൊ അവന് സൂറത്ത് ഓതാൻ ടൈം കിട്ടിയിരിക്കാല. അപ്പൊ അവന് പിന്നെ മസ്ബൂക്കായ റക്അത്ത് നിസ്കരിക്കുന്നുണ്ടല്ലോ 3-ഉം 4-ാമത്തെ റക്അത്ത്. അപ്പൊ അവൻ എന്താക്കാം അവിടെ സുന്നത്ത് പിന്നെ സൂറത്ത് ഓതൽ അവന് സുന്നത്തായ ഒരു വിഷയമാണ്. അപ്പൊ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഇത് ഫാത്തിഹ സൂറത്ത് ഓതിയൽ പിന്നെ ഉള്ള പ്രധാനമായിട്ടുള്ള സുന്നത്തായ വിഷയങ്ങളാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ പഠിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇലാ ഹദ്റത്തി സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾ ഓതിയ ഫാത്തിഹ സൂറത്തും ചെന്ന വിഷയങ്ങളെല്ലാം അല്ലാഹു സ്വീകരിച്ചു തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഹബീബായ മുത്തായ തങ്ങളുടെ ഹദ്റത്തിലേക്ക്, അതുപോലെയുള്ള എല്ലാ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, സുഹദാക്കൾ, സജ്ജനങ്ങളുടെ ഹദ്റത്തിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ പൊരുത്തം കാവലും നമുക്കും ഞങ്ങളുടെ വീടുകളിലും ഞങ്ങളുടെ കുടുംബത്തിലും മക്കളും ഭാര്യ മക്കൾ എല്ലാവർക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ ഇതിന്റെ സവാബ് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ഈ പള്ളി മൈതാനത്തിൽ വിശ്രമിക്കണം. അതുപോലെ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ വട്ടലടുക്ക ആ പ്രദേശത്തിലുള്ള മുഅ്മിനീങ്ങൾ ആരെല്ലാം എല്ലാവരുടെ ഖബറിലേക്ക് അല്ലാഹു ഇതിന്റെ സവാബ് അല്ലാഹു എത്തിച്ചു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ.
അതുപോലെ ഖബർ അല്ലാഹു തആല വിശാലമാക്കി നരകമോചനം കൊടുത്ത് സ്വർഗത്തിലേക്കുള്ള ജീവിതം അല്ലാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ വിഷയങ്ങളും നല്ലതുപോലെ മനസ്സിലാക്കി ജീവിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുഅ്മിനീങ്ങളായ ഫലസ്തീന്റെ മുഅ്മിനീങ്ങൾ ഉൾപ്പെടെ എല്ലാ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി.